അടുത്ത മൊഡ്യൂൾ 3 ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ +2 സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ +1 +2. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ ബിടെക്കിൽ വരുമ്പോഴത്തേക്ക് ഇവിടെയാണ് പഠിക്കുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഉണ്ട്, അതിൻ്റെ സെക്കൻഡ് ഓർഡർ ഉണ്ട്. ഹയർ ഓർഡർ നിങ്ങൾക്ക് അങ്ങനെ വരാറില്ല. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കാനുള്ള നോൺ ഹോമോജീനിയസ് ആണ് പഠിക്കാനുള്ളത്. അതിനുശേഷം ഓയിലേഴ്സ്-കോച്ചി ഇക്വേഷൻ ഉണ്ട്. സെക്കൻഡ് ഓർഡറിലുള്ള ഓയിലേഴ്സ്-കോച്ചി ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണുന്ന പ്രോബ്ലമാണ് കൂടുതലായിട്ട് നമുക്ക് ചോദിക്കുന്നത്. പിന്നെ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് x⁻n e⁻kx sin ax cos ax, പിന്നെ e⁻kx sin ax e⁻kx cos ax, ഇങ്ങനെ കോമ്പിനേഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അടുത്തതായിട്ട് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ സെക്ഷനാണ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, അതിൻ്റെ ഹോമോജീനിയസ് എന്താണ്, നോൺ ഹോമോജീനിയസ് എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാം. എന്നിട്ട് കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഇതിനകത്തുള്ള ആദ്യത്തെ സെക്ഷനിലെ കുറച്ച് പ്രോബ്ലംസ് മാത്രമേ ഡിസ്കസ് ചെയ്യത്തുള്ളൂ. ബാക്കി നമ്മൾ മെയിനായിട്ട് പാർട്ട് ബി ഫോക്കസ് ചെയ്തിട്ടാണ് മൊഡ്യൂൾ 3 പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ജനറൽ ആയിട്ടുള്ള ലീനിയർ ഒഡിയുടെ ഫോർമുല ഞാൻ എഴുതാം. ലീനിയർ ഒഡി y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ എ ഇസ് ഈക്വൽ ടു ആർ ഓഫ് എക്സ് എന്നാണ് ലീനിയർ ഒഡിയുടെ ജനറൽ ആയിട്ടുള്ള ഫോം. ഈ ലീനിയർ ഒഡിനെ തന്നെ നമുക്ക് രണ്ട് ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹോമോജീനിയസും ഉണ്ട്, ഹോമോജീനിയസ് ലീനിയർ ഒഡി ഉണ്ട്, നോൺ ഹോമോജീനിയസ് ഉണ്ട്, നോൺ ഹോമോജീനിയസ് ലീനിയർ ഒഡി. ഈ ഹോമോജീനിയസ് ലീനിയർ ഒഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർ ഓഫ് എക്സിന്റെ സൈഡ് ഉണ്ട്, അതായത് ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ആർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. നോൺ ഹോമോജീനിയസ് എന്ന് പറയുമ്പോൾ ആർ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഇതാണ് ലീനിയറും നോൺ ലീനിയറും തമ്മിലുള്ള ഹോമോജീനിയസ് ലീനിയർ ഒഡിയും നോൺ ഹോമോജീനിയസും ലീനിയർ ഒഡിയും തമ്മിലുള്ള വ്യത്യാസം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എക്സാമ്പിൾ ഞാൻ എഴുതിക്കാണ്. എക്സാമ്പിൾ d²y ബൈ dx² പ്ലസ് 2dy ബൈ dx പ്ലസ് y ഇസ് ഈക്വൽ ടു 0. ആർ എച്ച് എസിൻ്റെ സൈഡ് എന്തായിപ്പോയി? 0 ആയിപ്പോയി. ഇതാണ് ഹോമോജീനിയസ്. അപ്പോൾ നോൺ ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d²y ബൈ dx² പ്ലസ് 2dy ബൈ dx പ്ലസ് y ഇസ് ഈക്വൽ ടു 2x. അതായത് ആർ എച്ച് എസിൻ്റെ സൈഡ് എന്തെങ്കിലും ഫംഗ്ഷൻസ് 2x വരാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസോ എന്തെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ ഹോമോജീനിയസിന്റെ സൊല്യൂഷനകത്ത് ഹോമോജീനിയസിന്റെ സൊല്യൂഷൻ ആണ് ഇനി പറയുന്നത്. സൊല്യൂഷൻ ഹോമോജീനിയസിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഇസ് ഈക്വൽ ടു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ CF മാത്രമേ, ഇതിനെ പറയുന്ന CF. ഇനി നോൺ ഹോമോജീനിയസിനകത്ത് ആർ എച്ച് എസിന്റെ സൈഡ് ഉള്ളത് കൊണ്ട് തന്നെ കോംപ്ലിമെന്ററി ഫംഗ്ഷനും ഉണ്ട്, പർട്ടിക്കുലർ ഇന്റഗ്രലും ഉണ്ട്. ഓക്കെ, CF പ്ലസ് PI ഇതിന്റെ സൊല്യൂഷന്റെ ഇക്വേഷൻ ആണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഇവിടെ വരുമ്പോഴത്തേക്ക് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രലും ഉണ്ട്. ഇതിനകത്ത് ഈ പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണാനായിട്ടാണ് നമ്മൾ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് ഉപയോഗിക്കുന്നത്. മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് ഉപയോഗിച്ചിട്ടാണ് പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണുന്നത്. ഓക്കെ, ഇനി മെയിനായിട്ട് നമുക്ക് ആദ്യം നമ്മൾ പഠിക്കുന്നത് ഹോമോജീനിയസ് ആണ്. ഹോമോജീനിയസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ നോൺ ഹോമോജീനിയസിലേക്ക് പോകുന്നത്. അപ്പോൾ ഹോമോജീനിയസ് എഴുതുക. ഹോമോജീനിയസിന്റെ ജനറൽ ആയിട്ടുള്ള ഫോം തൊട്ട് മുകളിൽ എഴുതി തന്നായിരുന്നു. ഇനി ഇതിനകത്തുള്ള സൊല്യൂഷനാണ് സെക്കൻഡ് ഓർഡർ. എഴുതിക്കോ, സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഒഡി വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്. സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഒഡി വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് തൊട്ട് മുകളിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? നേടെ നോക്കാം. y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ എഴുതിക്കോ. അത് ഒന്നുകൂടെ വേണമെങ്കിൽ എഴുതിക്കോ. y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇതിൻ്റെ സൊല്യൂഷൻ കാണുന്നതിനുള്ള
ഫോർമുലയും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ ഹോമോജീനിയസ് സെക്കൻഡ് ഓർഡറിലുള്ളതിൻ്റെ സൊല്യൂഷൻ കാണുന്നതിൻ്റെയാണ്. ഫസ്റ്റ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇതിന് ഇക്വേഷൻ നമ്പർ 1, ഈ 1ൻ്റെയാണ് ഇക്വേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് ആണ്. ഓഫ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ പ്ലസ് പി ലാംഡ പി ഓഫ് എക്സ് ലാംഡ ആയിരിക്കും. പി ഓഫ് എക്സ് ലാംഡ പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി സൊല്യൂഷൻ, അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് സെക്കൻഡ് ഓർഡർ ആണ്. സെക്കൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ ലാംഡയ്ക്ക് നമുക്ക് 2 വാല്യൂ ആണ് കിട്ടുന്നത് അല്ലേ. ദ റൂട്ട് ഓഫ് ദ above characteristic equation are lambda 1 comma lambda 2. There are 3 cases arise. ഇതൊക്കെ എ പാർട്ടിൽ ചോദിക്കുന്ന ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി ലാംഡ 1 ഫസ്റ്റ് കേസ് 1, ലാംഡ 1 and lambda 2 are distinct and real. ആയാൽ സൊല്യൂഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് y is equal to c1 e raised to lambda 1x plus c2 e raised to lambda 2x ആണ്. ഇനി ലാംഡ 1 ലാംഡ 2 എന്ന് പറയുന്നത് റിയൽ ആൻഡ് ഈക്വൽ ആൻഡ് റിയൽ. രണ്ടാമത്തെ കേസ് ലാംഡ 1 ലാംഡ 2 ആർ ഈക്വൽ ആൻഡ് റിയൽ ആയാൽ ലാംഡ 1 ഈസ് ഈക്വൽ ടു ലാംഡ 2 ഈസ് ഈക്വൽ ലാംഡ ആയാൽ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു c1 പ്ലസ് c2x ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ് ആയിരിക്കും. ഇനി അടുത്തത് മൂന്നാമത്തെ കേസ് ലാംഡ 1 കോമ ലാംഡ 2 ആർ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആയാൽ, അതായത് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ഫോമിലായാൽ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y is equal to e raised to alpha x c1 cos beta x plus c2 sin beta x ആണ്. ഓക്കെ, ഇത്രയാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത്ര ഇക്വേഷൻ എഴുതി കഴിയുമ്പോൾ പറയുക. ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. സോൾവ് y double dash minus 36y is equal to 0. സൊല്യൂഷൻ. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ഇതിൻ്റെ എന്താ വരുന്നത്? അതായത് y ഡബിൾ ഡാഷിൻ്റെ അവിടെ കൊണ്ടുപോയി ലാംഡ സ്ക്വയർ കൊടുക്കണം. ലാംഡ സ്ക്വയർ മൈനസ് 36 ഇസ് ഈക്വൽ ടു 0. ലാംഡയുടെ വാല്യൂ എന്താ കിട്ടുന്നത്? ലാംഡ ഇസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്? ലാംഡ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 6. അതായത് ലാംഡ 1 എന്ന് പറയുന്നത് 6 എന്നും കിട്ടി, ലാംഡ 2 എന്ന് പറയുന്നത് എന്ത് കിട്ടി? -6 എന്നും കിട്ടി. കിട്ടിയോ? അപ്പോൾ നമുക്ക് എന്താ ആൻസർ എഴുതണ്ടേ? എന്താ എഴുതണ്ടേ? ലാംഡയുടെ വാല്യൂ എന്താ? ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ ആണോ? അപ്പോൾ സൊല്യൂഷൻ എന്ത് കിട്ടുന്നു? y ഈസ് ഈക്വൽ ടു c1 e raised to ലാംഡ 1x പ്ലസ് c2 e raised to ലാംഡ 2x. ഇതാണ് സൊല്യൂഷൻ. c1 e raised to 6x പ്ലസ് c2 e raised to -6x. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 8y ഡാഷ് പ്ലസ് 15y ഈസ് ഈക്വൽ ടു 0.
എഴുതിക്കേ. എന്താ ലാംഡ സ്ക്വയർ പ്ലസ് 8 ലാംഡ പ്ലസ് 15 y is equal to 0. ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ച് കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയാലും മതി. ലാംഡയുടെ വാല്യൂ എന്താ വരുന്നത്? ലാംഡ is equal to എന്താ വരുന്നത്? -3 എന്നും -5 എന്നുമാണ് കിട്ടുന്നത്. ഇതും ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ ആണ്. കേസ് 1 ആണ്. ലാംഡയുടെ വാല്യൂ ഡിഫറൻ്റ് ആണ്. അപ്പോൾ എന്താ കിട്ടുന്നത്? y is equal to c1 e raised to lambda 1x plus c2 e raised to lambda 2x. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 4y ഡാഷ് പ്ലസ് 4y is equal to 0. ചെയ്തേ. ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ച്. ലാംഡ സ്ക്വയർ പ്ലസ് 4 ലാംഡ പ്ലസ് 4 is equal to 0. ലാംഡ is equal to എന്ത് കിട്ടുന്നു? ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം. എന്താ ലാംഡ പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലല്ലേ കിടക്കുന്നത്? ഇത് ആണോ? അതായത് വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് എഴുതാം? ഇതിനെ ലാംഡ പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ is equal to 0 എന്ന് എഴുതാം. എഴുതാമോ? ലാംഡ സ്ക്വയർ പ്ലസ് 4 ലാംഡ പ്ലസ് 4 is equal to 0. ലാംഡ പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ is equal to 0. വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടി? ലാംഡ പ്ലസ് 2 is equal to 0 എന്നും കിട്ടും. ലാംഡ പ്ലസ് 2 is equal to 0 എന്നും കിട്ടും. അപ്പോൾ ലാംഡ is equal നമുക്ക് എന്ത് കിട്ടുന്നു? -2. ലാംഡ is equal to -2. അതായത് ലാംഡയുടെ വാല്യൂ എന്താണ്? സെയിം ആണ്. ലാംഡയുടെ വാല്യൂ സെയിം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? y is equal to c1 പ്ലസ് c2x e raised to lambda x എന്നല്ലേ ഞാൻ തൊട്ട് മുന്നേ എഴുതി തന്നേക്കുന്നത് ഇക്വേഷൻ. ലാംഡയുടെ വാല്യൂ സെയിം ആണ്. അപ്പോൾ എന്ത് വരുന്നു ഇവിടെ സൊല്യൂഷൻ? y is equal to c1 പ്ലസ് c2x ഇൻറ്റു e raised to -2x. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇപ്പോൾ 2 കേസായിട്ടുണ്ട്. മൂന്നാമത്തെ കേസിലേക്ക് പോകുന്നു. കോംപ്ലക്സ് കോഞ്ചുഗേറ്റിൻ്റെ ആണ്. കോംപ്ലക്സ് കോഞ്ചുഗേറ്റ്. ക്വസ്റ്റ്യൻ എഴുതിക്കോ. സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 4y is equal to 0. അപ്പോൾ എന്ത് കിട്ടുന്നു? ലാംഡ സ്ക്വയർ പ്ലസ് 4 is equal to 0. ലാംഡയുടെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ എന്ത് കിട്ടുന്നു? എന്ത് കിട്ടും? ലാംഡ സ്ക്വയർ is equal to -4. ലാംഡ is equal to അപ്പോൾ എന്ത് കിട്ടുന്നു? +or-2y എന്ന് കിട്ടും. ഓക്കെ, ലാംഡ is equal to +or-2y. അതായത് ഇപ്പോൾ നമുക്ക് എന്ത് ഫോമിലാണ് കിട്ടിയേക്കുന്നത്? ലാംഡ is equal to ആൽഫ +or-i ബീറ്റ ഫോമിലാണ് കിട്ടിയത്. ആൽഫ +or-i ബീറ്റ ഫോമിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ എന്തായിരുന്നു? y is equal to e raised to alpha x into c1 cos beta x പ്ലസ് c2 sin beta x എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? ലാംഡ is equal to +or-2y എന്നാണ് കിട്ടിയത്. അതായത് 0 +or-2y എന്നാണ് കിട്ടിയത്. അതായത് ആൽഫയുടെ വാല്യൂ 0 ആണ്. നമ്മുടെ ഇവിടുത്തെ സൊല്യൂഷൻ എന്തായിരുന്നു? e raised to 0x, ആൽഫ 0 ആണ്. e raised to 0x c1 cos ബീറ്റ എന്ന് കമ്പയർ ചെയ്തേ. ബീറ്റയുടെ സ്ഥാനത്ത് എന്താ ഇവിടെ കിടക്കുന്നത്? 2 ആണ് കിടക്കുന്നത്. അപ്പോൾ cos 2x പ്ലസ് c2 sin 2x വിച്ച് ഈസ് ഈക്വൽ e raised to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? e raised to 0 പറഞ്ഞ e raised to 0 എന്താ? 1 അല്ലേ? അപ്പോൾ 1 ഇൻറ്റു c1 cos 2x പ്ലസ് c2 sin 2x. ഇതാണ് ഫൈനലായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ഉള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ എ പാർട്ടിൽ ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. അടുത്തത് ബി പാർട്ട് ചോദിക്കുന്നതാണ്. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ബി പാർട്ടിൽ ചോദിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, 7 മാർക്ക്. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ഹെഡിങ് കൊടുക്കുക. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് മൈനസ് 6y ഈസ് ഈക്വൽ ടു 0 വിത്ത് ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ ഇനിഷ്യൽ കണ്ടീഷൻസ് ആണ് തന്നേക്കുന്നത്. y ഓഫ് 0 ഈസ് ഈക്വൽ ടു 10, y ഡാഷ് ഓഫ് 0 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ സൊല്യൂഷനകത്ത് ഈ ഇനീഷ്യൽ കണ്ടീഷൻസ് കൊടുത്തിട്ട് നമ്മൾ C1ന്റെ C2ന്റെ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കണം. തൊട്ട് മുകളിലൊക്കെ ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിനകത്ത് C1 C2 ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ C1ന്റെ C2ന്റെ വാല്യൂ ആണ് നമ്മൾ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിനകത്ത് കണ്ടുപിടിക്കേണ്ടത്, ഇനിഷ്യൽ കണ്ടീഷൻസ് കൊടുത്തിട്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതുക, അല്ലെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, രണ്ടും സെയിം ആണ്. ചെയ്തേ. എന്താ വരുന്നേ? ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് 6 ഇസ് ഈക്വൽ ടു 0. ലാംഡയുടെ വാല്യൂ എന്ത് കിട്ടുന്നു? ലാംഡയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാമോ? ഇതൊക്കെ അറിയാമോ? ലാംഡയുടെ വാല്യൂ കിട്ടുന്നത് 2 -3 ആണ് ലാംഡയുടെ വാല്യൂ കിട്ടുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്ത് കിട്ടി? y ഈസ് ഈക്വൽ ടു C1 e raised to 2x പ്ലസ് C2 e raised to -3x എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. ബൗണ്ടറി കണ്ടീഷൻസ് നോക്കുക. ബൗണ്ടറി കണ്ടീഷൻ ഞാൻ സൈഡിലായിട്ട് എഴുതി വെക്കുന്നു. y ഓഫ് 0 ഈസ് ഈക്വൽ ടു 10, y ഡാഷ് ഓഫ് 0 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ y ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ y നമ്മളിപ്പോൾ ചെയ്ത് വെച്ചേക്കുന്നത് ഇത് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. y ഓഫ് x ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഫോമിലാണ് കിടക്കുന്നത്. y ഓഫ് x ഈസ് ഈക്വൽ ടു y ഓഫ് x ഈസ് ഈക്വൽ, അതായത് അത് ഞാൻ പിന്നെ പറയാം. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ഡെറിവേറ്റീവ് ഒന്ന് കണ്ടു, y ഡാഷ് ഒന്ന് കണ്ടുപിടിച്ചേ. y ഡാഷ് രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുന്ന y ഡാഷ് വേണ്ടേ? അപ്പോൾ y ഡാഷ് ഒന്ന് y അറിയാം, y ഡാഷ് കണ്ടുപിടിച്ചേ. വിത്ത് റെസ്പെക്ട് ടു x ആണ് കേട്ടോ. y ഡാഷ് ഒന്ന് കണ്ടുപിടിച്ചേ. അപ്പോൾ എന്ത് കിട്ടുന്നു? C1 ഇൻറ്റു e raised to 2x ഡെറിവേറ്റീവ് e raised to 2x ആണ് ഇൻറ്റു 2 പ്ലസ് C2 ഇൻറ്റു e raised to -3x ഇൻറ്റു -3. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി ആൻസർ? y ഡാഷ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? 2C1 e raised to 2x മൈനസ് 3C2 e raised to -3x കിട്ടിയിട്ടുണ്ട് y ഡാഷ്. ഓക്കെ, ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ഇനി നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. ഇനി ഓരോ ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാം. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ y ഓഫ് 0 ഈസ് ഈക്വൽ ടു 10 എന്ന y ഓഫ് 0 ഈസ് ഈക്വൽ ടു 10 എന്ന ബൗണ്ടറി കണ്ടീഷൻ. അതായത് നിങ്ങൾ എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കണം, വൈന്റെ സ്ഥാനത്ത് 10 കൊടുക്കണം. ഇക്വേഷൻ നമ്പർ 1 എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുന്നു, വൈന്റെ സ്ഥാനത്ത് 10 കൊടുക്കുന്നു. അതായത് നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, y ഓഫ് x എന്ന് പറഞ്ഞ് ഓർത്താൽ മതി. അതായത് കമ്പയർ ചെയ്യുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് എന്താ? 0 അല്ലേ? അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് 0 വൈയുടെ സ്ഥാനത്ത് 10 കൊടുത്തു. ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എങ്ങനെ മാറും? 10 ഈസ് ഈക്വൽ ടു C1 e raised to 2x പ്ലസ് C2 e raised to -3x എന്നായിരുന്നു. അപ്പോൾ C1 e raised to 0x പ്ലസ് C2 e raised to 0x, അതായത് C1 പ്ലസ് C2 ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിച്ചു. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ y ഡാഷ് ഓഫ് 0 ഈസ് ഈക്വൽ ടു 0 ആണ്. അതായത് എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുന്നു, വൈന്റെ സ്ഥാനത്ത് 0 കൊടുക്കുന്നു. ഇക്വേഷൻ നമ്പർ 2 കൊടുക്കേണ്ടത്, y ഡാഷിനകത്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് കിട്ടുന്നു? 0 ഈസ് ഈക്വൽ ടു 2C1 മൈനസ് 3C2 എന്ന് കിട്ടും അല്ലേ? 2C1 മൈനസ് 3C2, അതായത് ഇക്വേഷൻ നമ്പർ 4 എന്ന് കിട്ടും. അതായത് 4 എന്ന് പറയുന്നത് എന്താണ്? 2C1 മൈനസ്
3C2 is equal to 0. ഇതിൽ നിന്ന് നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? C1 is equal to നിങ്ങൾക്ക് എന്ത് എഴുതാം? 2C1 is equal to 3C2 എന്ന് എഴുതാം. C1 is equal to 3/2C2 എന്ന് എഴുതാം. 3/2C2. ഈ C1 is equal to 3/2C2 കൊണ്ടുപോയി നമ്മൾ ഇക്വേഷൻ നമ്പർ 3 കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് C2ൻ്റെ C1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് കൊണ്ടുപോയി കൊടുത്തേ. ഇക്വേഷൻ നമ്പർ 3 കൊണ്ടുപോയി കൊടുക്കാം. C1 + C2 എന്നല്ലേ ഇക്വേഷൻ നമ്പർ 3 എന്താ? ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത് C1 + C2 = 10 ആണ്. അതിൻ്റെ അകത്ത് C1ൻ്റെ അവിടെ കൊണ്ടുപോയി 3/2C2 കൊടുക്കുന്നു. അപ്പോൾ 3/2C2 + C2 = 10 എന്നായിട്ടുണ്ട്. അപ്പോൾ C2 എടുത്ത് വെളിയിലിടുമ്പോൾ എന്ത് വരുന്നു? എന്ത് കിട്ടും? 3/2 + 1, അതായത് 5/2C2 = 10 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നും C2 നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? 10 × 2/5 which is equal to 4 എന്ന് കിട്ടി. അപ്പോൾ C2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് 4 എന്ന് കിട്ടിയിട്ടുണ്ട്. C1 കാണണം. C1 + C2 എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം? 10 എന്നല്ലേ? അപ്പോൾ ഇതിനകത്ത് C2ൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയി 4 ഇട്ട് കൊടുക്കുമ്പോൾ C1 എന്ത് കിട്ടും? C1 = 10 - C2, അതായത് 10 - 4 = 6. അപ്പോൾ C1 കിട്ടിയിട്ടുണ്ട്, C2 കിട്ടി. നമ്മുടെ ഫൈനലായിട്ടുള്ള സൊല്യൂഷൻ എന്താ വരുന്നത്? നമ്മൾ മുമ്പ് എഴുതി വെച്ചിരുന്ന സൊല്യൂഷൻ എന്താ? y = എന്തായിരുന്നു? C1 e2x + C2 e -3x എന്നല്ല എഴുതി വെച്ചേ. ഇതിൻ്റെ അവിടെ കൊണ്ടുപോയി C1ൻ്റെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്, C2ൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, അത് കൊടുക്കണം. ഫൈനലായിട്ടുള്ള സൊല്യൂഷൻ എന്താ വരുന്നത്? y = 6 e2x + 4 C2 4 അല്ലേ, 4 e -3x. ഇതാണ് ഫൈനലായിട്ടുള്ള, ഇതാണ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ അറിയാം. പാർട്ട് ബിയിൽ 7 മാർക്കും ചോദിച്ചിട്ടുണ്ട്. ബൗണ്ടറി കണ്ടീഷൻസ് തന്നിട്ടുള്ള പ്രോബ്ലമാണിത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ്. എളുപ്പമാണ്. ഓക്കെ, ഓക്കെ ആണോ? മനസ്സിലായോ? ഇത്രയും ഓക്കെ ആണോ? വേറെ കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. y" ക്വസ്റ്റ്യൻ എഴുതുക. ഫൈൻഡ് ദ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം y" + 4y' + 5y = 0. y0 = 0. y0 = 2 ആണ്. y0 = 2, y' = -5. ഇത് 2018 ഡിസംബറിലും 2019 മെയ്യിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ 2017 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. y" - -4y' + 13y = 0 with y0 = -1, y' = 2. മെയ് 2017 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് മെയ് 2017 2018 ഏപ്രിലും ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ഇതെല്ലാം ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോൾവ് ദ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. y" - 10y' + 25y = 0. y0 = 1, y1 = 0. ഇത് 2017 മെയ്യിലും 2018 ഏപ്രിലും കേറ്റിൽ ചോദിച്ചിട്ടുള്ള ഇത് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ ഡെറിവേറ്റീവ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് ഈ 2 പോയിന്റ് അതിനകത്ത് കൊടുക്കുക. എന്നിട്ട് C1ൻ്റെ C2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ കണ്ടീഷൻസ് അവിടെ തരും. അപ്പോൾ നമുക്ക് ആ ഇനിഷ്യൽ കണ്ടീഷനകത്ത് നോക്കിയാൽ അറിയാം y' ഉണ്ട്. അതായത് നമ്മൾ y കണ്ടുപിടിച്ചിട്ട് സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് ഡെറിവേറ്റീവിനകത്ത് നമ്മുടെ കണ്ടീഷൻസ് കൊടുത്തിട്ട് വേണം 2 ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്ത് C1ൻ്റെ C2 എല്ലാ ക്വസ്റ്റിനകത്തും സെയിം സാധനം തന്നെയാണ്. C1ൻ്റെ C2ൻ്റെ വാല്യൂ തന്നെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് കയറ്റിയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്.
ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഓർഡർ ആണ് പഠിച്ചത്. ഇനി ഇതിന്റെ ഹയർ ഓർഡർ ഉണ്ട്. ഹയർ ഓർഡർ നിങ്ങൾക്ക് അങ്ങനെ വലുതായിട്ട് ചോദിക്കാറില്ല, പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ചെറിയ രീതിയിലാണ് പഠിക്കാനുള്ളത്. ഹയർ ഓർഡറിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഹയർ ഓർഡറിന്റെ ഇക്വേഷനും കാര്യങ്ങളും അതുപോലെ തന്നെ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് നോക്കുക. ഹയർ ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ODE. ഹയർ ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ODE. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പേ എഴുതിയ സെക്കൻഡ് ഓർഡർ, അതായത് ലാംഡ സ്ക്വയർ ഒക്കെ വരുന്ന, ഇനി ലാംഡ സ്ക്വയറിന് മേളിൽ വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഓരോ മെയിൻ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഫോം y⁻n (an-1) y⁻n-1 പ്ലസ് an-2 y⁻n-2 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് പോവാണ്. പ്ലസ് ഏറ്റവും അവസാനത്തെ ടൈം വരുന്നത് a0 y = 0. ഓക്കെ, ഇതാണ് ജനറൽ ആയിട്ടുള്ള ഹയർ ഓർഡറിന്റെ ഫോം. ഇനി ഇതിന്റെ നമുക്ക് എന്താ വേണ്ടത്? നമുക്കിവിടെ സൊല്യൂഷൻ ആണ് കാണേണ്ടത്. കേസ് 1, ഇഫ് λ1 λ2 എക്സെട്ര λn ആർ distinct and real. Distinct and real ആയി കഴിഞ്ഞാൽ then solution is of the form y is equal to c1 e raised to λ1 xa plus c2 e raised to λ2 xa plus c3 e raised to λ3 xa plus etc. എന്ന് പറഞ്ഞ് പോവാണ്. പ്ലസ് cn e raised to λnx. ഓക്കെ, ഹയർ ഓർഡർ എന്ന് പറയുമ്പോൾ λ³ λ⁴ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരാം. അപ്പോൾ നമുക്ക് 4 ലാംഡയുടെ വാല്യൂ കിട്ടും. അത് 4 ലാംഡയുടെ വാല്യൂ ഡിഫറൻറ്റ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ വേണം എഴുതാം. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. അടുത്ത കേസ് 2. കേസ് 2-നകത്ത് തന്നെ 2 സബ് പാർട്ട് ഉണ്ട്. കേസ് 2 എഴുതിക്കോ. കേസ് 2 എന്ന് പറയുന്നത് if two roots λ1, λ2 എന്ന് പറയുന്നത് ഈക്വൽ ആണ്, ആർ ഈക്വൽ, ആൻഡ് λ3 λ4 എക്സെട്ര എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാം λn എന്ന് പറയുന്നത് ആർ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ ആയാൽ, റിയൽ ആയാൽ ഇത് കേസ് 2-നകത്തുള്ള എ പാർട്ടാണ്. സൊല്യൂഷൻ എഴുതുന്നത് y is equal to c1 പ്ലസ് c2x e raised to λx എഴുതി. ബാക്കിയുള്ളത് നമ്മൾ പഴയതുപോലെ തന്നെ c3 e raised to λ3x പ്ലസ് c4 e raised to λ4x പ്ലസ് എക്സെട്ര പ്ലസ് cn e raised to λnx എന്ന് പറഞ്ഞ് പോവാണ്. ഇനി ഇതിനകത്ത് തന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഇതിപ്പോൾ ആദ്യത്തെ 2 എണ്ണം സെയിം ആണ്. ഇനി ആദ്യത്തെ 3 എണ്ണം സെയിം ആയി കഴിഞ്ഞാൽ, അതായത് λ1 is equal to λ2 is equal to λ3 is equal to λ ആയി കഴിഞ്ഞാൽ സൊല്യൂഷൻ കാണുന്നത് ബാക്കിയുള്ളത് λ4 λ5 എക്സെട്ര λn എന്ന് പറയുന്നത് ആർ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ. സൊല്യൂഷൻ എന്ന് പറയുന്നത് y is equal to c1 പ്ലസ് c2x പ്ലസ് c3x സ്ക്വയർ ഇൻറ്റു e raised to λx പ്ലസ് ബാക്കിയുള്ളത് അതേപോലെ തന്നെ c4 e raised to λ4x പ്ലസ് ഓരോ ടൈം ആയിട്ട് എഴുതണം. c5 e raised to λ5x പ്ലസ് എക്സെട്ര cn e raised to λnx. ഓക്കെ, ഇതിൻ്റെ നിങ്ങൾക്ക് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ നിങ്ങൾ അതിനകത്ത് പഠിപ്പിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇനി വേണേൽ ചോദിച്ചു കഴിഞ്ഞാലോ, പാർട്ട് എയിൽ വല്ലതും ചോദിച്ചാലേ ഉള്ളൂ, പാർട്ട് ബിയിൽ അങ്ങനെ ചോദിക്കാറില്ല. ഇനി കേസ് 3. ഈ കേസ് 3 എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് കോൺജുഗേറ്റ്.
if one pair of complex root അതായത് ലാംഡ ഇസിക്കൽ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ആൻഡ് ബാക്കിയുള്ളത് ലാംഡ 3 ലാംഡ 4 എക്സെട്ര ലാംഡ n എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ ആയാൽ y is equal to e raised to alpha x into c1 cos beta x plus c2 sin beta x plus c3 e raised to lambda 3x plus etc plus cn e raised to lambda nx ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ ഇപ്പൊ നമുക്ക് ആദ്യത്തെ നമ്മളിവിടെ എന്താ പറഞ്ഞ് ഒരെണ്ണം മാത്രം കോംപ്ലക്സ് റൂട്ട്. ഇനി ഒന്നിൽ കൂടുതൽ രണ്ട് കോംപ്ലക്സ് റൂട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് കോംപ്ലക്സ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കോംപ്ലക്സ് റൂട്ട് എഴുതിക്കാം. മൾട്ടിപ്പിൾ കോംപ്ലക്സ് റൂട്ട് വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കോംപ്ലക്സ് റൂട്ട് അതായത് ലാംഡ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ എന്ന് ഒരെണ്ണം വന്നു. അതേപോലെ തന്നെ ഒരെണ്ണം കൂടെ വരുന്നു, ലാംഡ ഇസ് ഈക്വൽ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ. അപ്പോൾ മൊത്തം എത്ര എണ്ണം ആയിട്ടുണ്ട്? 4 എണ്ണം ആയിട്ടുണ്ട്. ബാക്കിയുള്ള ലാംഡ 5 ലാംഡ 6 എക്സെട്ര ലാംഡ n എന്ന് പറയുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ ആയാൽ ഇതിന്റെ സൊല്യൂഷനാണ് എങ്ങനെ കാണുന്നതെന്നാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. അതിന്റെ സൊല്യൂഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y is equal to e raised to alpha x c1 plus c2x into cos beta x plus c3 plus c4x into sin beta x. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണേ, മെയിൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ബാക്കി എന്താ വരുന്നത്? ബാക്കിയുള്ളത് ലാംഡ 5 അപ്പോൾ c5 e raised to lambda 5x plus etc plus cn e raised to lambda nx ഇങ്ങനെ അങ്ങ് പോവാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇതിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുന്നില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാറില്ല. സോൾവ് y ട്രിപ്പിൾ ഡാഷ് പ്ലസ് 9y ഡാഷ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എന്ത് കിട്ടുന്നു? ലാംഡ ക്യൂബ് ഇവിടെ ഇപ്പോൾ കണ്ടോ, y ട്രിപ്പിൾ ഡാഷ്, അപ്പോൾ ലാംഡ ക്യൂബ് പ്ലസ് 9 ലാംഡ ഇസ് ഈക്വൽ ടു 0 ആണ് വരുന്നത്. അതായത് y ഡബിൾ ഡാഷ് വരുമ്പോൾ ലാംഡ സ്ക്വയർ കൊടുക്കണം, y ഡാഷ് ആണെങ്കിൽ ലാംഡ കൊടുക്കണം, y ട്രിപ്പിൾ ഡാഷ് ആണെങ്കിൽ ലാംഡ ക്യൂബ് കൊടുക്കണം. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുമ്പോൾ കൊടുക്കേണ്ട കാര്യമാണ്. ഇതിൽ നിന്ന് ലാംഡയുടെ വാല്യൂ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ലാംഡയുടെ വാല്യൂ കിട്ടുന്നത് ലാംഡ ഇസിക്കൽ 0 എന്നും കിട്ടും. ലാംഡയുടെ വാല്യൂ അടുത്തത് കിട്ടുന്നത് 0 പ്ലസ് ഓർ മൈനസ് 3 എന്നുമാണ് കിട്ടുന്നത്. പിന്നെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, കാൽക്കുലേറ്റർ ഇല്ലാത്തവർ എങ്ങനെയാണ് ചെയ്യുന്നത്? ലാംഡ ക്യൂബ് പ്ലസ് 9 ലാംഡ ഇസിക്കൽ 0, ലാംഡ എടുത്ത് വെളിയിലിട്ട് ഒരു ലാംഡ എടുത്ത് വെളിയിടുമ്പോൾ ലാംഡ സ്ക്വയർ പ്ലസ് 9 ഇസിക്കൽ 0 എന്ന് കിട്ടി, വിച്ച് ഇംപ്ലൈസ് ലാംഡ ഇസിക്കൽ 0 എന്ന് ഒരു ഇക്വേഷൻ കിട്ടും. അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ പ്ലസ് 9 ഇസിക്കൽ 0 എന്ന് കിട്ടുന്നു. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ലാംഡ സ്ക്വയർ ഇസിക്കൽ 9, അപ്പോൾ ലാംഡ സ്ക്വയർ ഇസിക്കൽ മൈനസ് 9, അപ്പോൾ ലാംഡ ഇസിക്കൽ എന്ത് കിട്ടുന്നു? പ്ലസ് ഓർ മൈനസ്
3 എന്ന് കിട്ടും. ലാംഡ ഇസിക്കൽ 0യും ലാംഡ ഇസിക്കൽ പ്ലസ് ഓർ മൈനസ് 3. അപ്പോൾ കോംപ്ലക്സ് റൂട്ട് വന്നിട്ടുണ്ട് ഒരെണ്ണം, മറ്റേത് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? y ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ആൽഫ എക്സ്, അതായത് ഇ റേസ് ടു 0x c1 cos 3x പ്ലസ് c2 sin 3x പ്ലസ് അടുത്ത എന്ത് കിട്ടുന്നു? c3 എന്താ വരുന്നത്? ഇ റേസ് ടു 0x. കോംപ്ലക്സ് കോൺജുഗേറ്റ് നമ്മൾ ആദ്യം എഴുതി, അത്രയേ ഉള്ളൂ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റി? c1 cos 3x പ്ലസ് c2 sin 3x ഇൻറ്റു c3 എന്നാണ്, സോറി പ്ലസ് c3 എന്ന് ആൻസർ കിട്ടും. ഇതേപോലെ തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് y ട്രിപ്പിൾ ഡാഷ് മൈനസ് 2y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് പ്ലസ് 2y ഇസിക്കൽ 0. അതായത് ലാംഡ ക്യൂബ് മൈനസ് 2 ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ പ്ലസ് 2 ഇസിക്കൽ 0. ഇതിൻ്റെ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി. ലാംഡയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് ലാംഡ ഇസിക്കൽ ടു -1 1 2 എന്നാണ് കിട്ടുന്നത്. -1 1 2. അപ്പോൾ മൂന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ലാംഡയുടെ വാല്യൂ ആണ്. സൊല്യൂഷൻ അപ്പോൾ എങ്ങനെ എഴുതാം? y ഇസ് ഈക്വൽ ടു c1 ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് c2 ഇ റേസ് ടു എക്സ് പ്ലസ് c3 ഇ റേസ് ടു 2x. ഇതാണ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഹയർ ഓർഡറിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സൊല്യൂഷനായിട്ട് കണ്ടുപിടിച്ച് എഴുതേണ്ടത്. ഓക്കെ, ഇനി ഇതിനകത്ത് മെയിനായിട്ട് പാർട്ട് എയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പാർട്ട് എയിൽ ചോദിക്കുന്നതാണ് വ്രോൺസ്കിയൻ കാണാനുള്ള പ്രോബ്ലം. വ്രോൺസ്കിയൻ. അപ്പോൾ വ്രോൺസ്കിയൻ കാണുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. വ്രോൺസ്കിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുത്തതിലേക്ക് പോകുന്നത് സമയത്തായി, ഇനിയിപ്പോൾ സമയമില്ല, കുറവാണ്. അപ്പോൾ വ്രോൺസ്കിയൻ്റെ പ്രോബ്ലം കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. പുതിയ ടോപ്പിക്സ് എടുത്തു കഴിഞ്ഞാൽ തീരത്തില്ല. അപ്പോൾ അടുത്ത നോക്കൂ, വ്രോൺസ്കിയൻ എഴുതിക്കോണേ. ഇതിനകത്ത് കുറേയധികം തിയറി കാര്യങ്ങളൊക്കെ ഉണ്ട്. തിയറി ഞാൻ വലുതായിട്ട് പറയുന്നില്ല. ബേസിസ് ഓഫ് സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞുണ്ട്. അതായത് രണ്ട് സൊല്യൂഷൻ y1 ഉം y2 ഉണ്ടെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷനെയാണ് നമ്മൾ ബേസിസ് ഓഫ് സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വലുതായിട്ട് നമ്മൾ തിയറി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല, ചെറിയ സമയമേ ഉള്ളൂ. നമുക്ക് പ്രോബ്ലം കൂടുതലായിട്ട് ചെയ്യാം. വ്രോൺസ്കിയൻ്റെ ഇക്വേഷൻ മാത്രം എഴുതുക. വ്രോൺസ്കിയൻ എന്ന ഹെഡിങ് എടുക്കുക. വ്രോൺസ്കിയൻ കാണുന്നത് എങ്ങനെയാണ്? W is equal to ഡിറ്റർമിനൻറ്റ് y1 y2 y1 ഡാഷ് y2 ഡാഷ്. ഇങ്ങനെയാണ് വ്രോൺസ്കിയൻ കാണുന്നത്. ഈ വ്രോൺസ്കിയൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. വ്രോൺസ്കിയൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയി കഴിഞ്ഞാൽ, ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ ലീനിയർലി ഡിപെൻഡൻറ്റും ആയിരിക്കും. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ഉണ്ട്, ലീനിയർലി ഡിപെൻഡൻറ്റും ഉണ്ട്. വ്രോൺസ്കിയൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ ലീനിയർലി ഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. വ്രോൺസ്കിയന് 2-3 ക്വസ്റ്റ്യൻ ചെയ്യാം. പറയട്ടെ, ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഓക്കെ. വ്രോൺസ്കിയൻ്റെ ക്വസ്റ്റ്യൻ എ പാർട്ടിലാണ് ചോദിക്കുന്നത്, ബി പാർട്ടിലൊന്നും ചോദിക്കാറില്ല. ഇനി നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ബി പാർട്ടി ചോദിച്ചാൽ നല്ല കാര്യം, 7 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. ഒരു സെക്കൻഡ്, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തോട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യുക. Find the Vronsky of e raised to x cos 2x and e raised to x sin 2x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ വ്രോൺസ്കിയൻ കാണാനായിട്ട് തന്നിട്ടുള്ളതിന് y1 is equal to e raised to x cos 2x എന്ന് വിളിച്ചു, y2 is equal to e raised to x sin 2x എന്ന് വിളിച്ചു. വ്രോൺസ്കിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? y1 y2 y1 ഡാഷ് y2 ഡാഷ്.
y1 ഡാഷും y2 ഡാഷും കാണണം. y1 ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, y1ന് ഡെറിവേറ്റീവ് എടുക്കണം. y1ന് ഡെറിവേറ്റീവ് ഒന്നെടുത്ത് y1 ഡാഷ് എന്താ വരുന്നത്, ഇവിടെ കണ്ടോ ഇ റേസ് ടു എക്സ് കോസ് ടു എക്സ് എന്നല്ലേ കിടക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ വേണം അപ്ലൈ ചെയ്യാൻ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് ടു എക്സിന് എന്താ വരുന്നത്, കോസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത്, മൈനസ് സൈൻ ടു എക്സ് ഇൻറ്റു 2 പ്ലസ് അടുത്ത കോസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ഇ റേസ് ടു എക്സ്. നമുക്ക് ഫൈനലായിട്ട് എന്ത് എഴുതാൻ പറ്റി, y1 ഡാഷ് എന്ന് പറഞ്ഞത് എന്ത് കിട്ടി, ഈ ഇ റേസ് ടു എക്സ് രണ്ട് ടൈമിലുണ്ടല്ലോ, ആ ഇ റേസ് ടു എക്സ് കോമൺ ആയിട്ട് വെളിയിലെടുത്തേ, ബ്രാക്കറ്റിനകത്ത് -2 സൈൻ 2x പ്ലസ് കോസ് 2x എന്ന് എഴുതാൻ പറ്റി. ഓക്കെ, ഓക്കെ ആണോ, ഓക്കെ ആണോ, y1 ഡാഷ് കിട്ടിയോ? ഇനി y2 ഡാഷ് എന്ന് പറഞ്ഞേ, y2 ഡാഷ് ഇതേപോലെ തന്നെ ചെയ്യുന്നു. ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ 2xന്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് 2x ഇൻറ്റു 2 പ്ലസ് അടുത്ത ഇനി സൈൻ 2x ഇൻറ്റു പ്രോഡക്റ്റ് റൂൾ ആണ്, സൈൻ 2x ഇൻറ്റു ഇനി ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ്. ഇവിടെ നമുക്ക് എന്താ, ഇ റേസ് ടു എക്സ് കോമൺ ആണല്ലോ, 2 കോസ് 2x പ്ലസ് സൈൻ 2x എന്ന് എഴുതാൻ പറ്റി. ഈ കണ്ടുപിടിച്ച സാധനങ്ങളൊക്കെ കൊണ്ടുപോയി നമ്മുടെ ഈ ഡിറ്റർമിനന്റിനകത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് ഡിറ്റ് വാല്യൂ കാണും, അത്രേ ഉള്ളൂ. അതാണ് വ്രോൺസ്കി. കൊടുക്കാം. W is equal to y1 എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇ റേസ് ടു എക്സ് കോസ് 2x ആയിരുന്നു. y2 എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇ റേസ് ടു എക്സ് സൈൻ 2x ആയിരുന്നു. ഓക്കെ, ഇനി y1 ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. y1 ഡാഷ് എന്തായിരുന്നു, ഇ റേസ് ടു എക്സ് -2 സൈൻ 2x പ്ലസ് കോസ് 2x. അപ്പോൾ മൈനസ് വരുന്ന ടൈം രണ്ടാമത് എഴുതുക, എങ്ങനെ വേണമെങ്കിൽ എഴുതിക്കോ. ഇ റേസ് ടു എക്സ് ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ളത് ബ്രാക്കറ്റിനകത്ത് ആദ്യം എഴുതുന്നു, കോസ് 2x മൈനസ് 2 സൈൻ 2x എന്ന് എഴുതി. ഇനി y2 ഡാഷ് എന്ന് പറഞ്ഞത് എന്തായിട്ട് വന്നു, ഇ റേസ് ടു എക്സ് ഇൻറ്റു 2 കോസ് 2x പ്ലസ് സൈൻ 2x. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ ആണ് കാണേണ്ടത്. ഡിറ്റർമിനന്റ് വാല്യൂ നിങ്ങൾക്ക് കാണാൻ അറിയാം, ഇതേ ഇൻറ്റു ഇതേ മൈനസ് ഇതേ ഇൻറ്റു ഇത്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് കോസ് 2x ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു 2 കോസ് 2x പ്ലസ് സൈൻ 2x മൈനസ് ഇ റേസ് ടു എക്സ് സൈൻ 2x ഇൻറ്റു വേറൊരു ഇ റേസ് ടു എക്സും കൂടെ ഉണ്ടല്ലോ അവിടെ എന്ന്, ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്തേ കേട്ടോ, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ. അതായത് ഇ റേസ് ടു എക്സ് കോസ് 2x എന്ന് പറയുന്നത് ഇൻറ്റു ഇ റേസ് ടു എക്സ് 2 കോസ് 2x പ്ലസ് സൈൻ 2x. ഓക്കെ, ഇതാണ് കറക്റ്റ് ആയത്. അടുത്ത ഇ റേസ് ടു എക്സ് സൈൻ 2x ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് 2x മൈനസ് 2 സൈൻ 2x. ഓക്കെ, ഈ സംഭവങ്ങളെല്ലാം ബ്രാക്കറ്റെല്ലാം ഓപ്പൺ ആക്കി. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നത് എങ്ങനെ വരുന്നത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇ റേസ് ടു എക്സ് ഉണ്ട്, ഇ റേസ് ടു എക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഇ റേസ് ടു എക്സിനെ അകത്തോട്ട് ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ആക്കി. അപ്പോൾ എന്ത് കിട്ടുന്നു, ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്താണ്, ഇ റേസ് ടു 2x. ഇ റേസ് ടു 2x കോസ് 2x 2 കോസ് 2x പ്ലസ് സൈൻ 2x മൈനസ് ഇ റേസ് ടു 2x
സൈൻ 2x കോസ് 2x മൈനസ് 2 സൈൻ 2x. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇനി നിങ്ങൾ നോക്കുക, ഇതിനകത്ത് ഈ e2x ഉണ്ടല്ലോ, രണ്ടിലും കോമൺ അല്ലേ, അടുത്ത് വെളിയിലിട്ടേ, ബാക്കിയുള്ളത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കോസ് 2x ഇൻറ്റു 2 കോസ് 2x 2 കോസ് സ്ക്വയർ 2x പ്ലസ് കോസ് 2x ഇൻറ്റു സൈൻ 2x എന്താ, സൈൻ 2x കോസ് 2x മൈനസ് ഇട്ടു മൈനസ് സൈൻ 2x ഇൻറ്റു കോസ് 2x എന്താണ്, എന്തായിരുന്നു, മൈനസ് സൈൻ 2x കോസ് 2x. ഇനി ഈ മൈനസും ഇവിടുത്തെ രണ്ടാമത്തെ ടൈമിലെ മൈനസോടെ പ്ലസ് ആയി, പ്ലസ് സൈൻ 2x ഇൻറ്റു 2 സൈൻ 2x, അപ്പോൾ 2 സൈൻ സ്ക്വയർ 2x എന്ന് കിട്ടിയിട്ടുണ്ട്. സൈൻ 2x കോസ് 2xും ഈ മൈനസ് സൈൻ 2x കോസ് 2xും കട്ടായിപ്പോയി. ബാക്കിയുള്ളത് നോക്കുക, e2x ഇത് കണ്ടോ, 2 കോസ് സ്ക്വയർ 2x പ്ലസ് 2 സൈൻ സ്ക്വയർ 2x എന്നല്ലേ കിടക്കുന്നേ, ആണോ? ആ 2നെയും കൂടെ എടുത്ത് വെളിയിലിട്ടേ, അപ്പോൾ 2 e2x, അപ്പോൾ എന്തായി മാറി, കോസ് സ്ക്വയർ 2x പ്ലസ് സൈൻ സ്ക്വയർ 2x എന്നായി മാറി. കോസ് സ്ക്വയർ 2x പ്ലസ് സൈൻ സ്ക്വയർ 2x എന്താണ്, എന്താണ് കോസ് സ്ക്വയർ 2x പ്ലസ് സൈൻ സ്ക്വയർ 2x എന്താണ്, 1. അപ്പോൾ എന്ത് കിട്ടി, 2 e2x ഇൻറ്റു 1 എന്ന് കിട്ടി. ആൻസർ എന്താ, 2 e2x. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്രോൺസ്കിയൻ കാണുന്നത്. ബ്രോൺസ്കിയൻ്റെ പ്രോബ്ലം ഇങ്ങനെ വേണം ചെയ്യാൻ. ഓക്കെ, കിട്ടിയോ? അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാനായിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ തരാം. വേറൊരു തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ബ്രോൺസ്കിയൻ്റെ തന്നെ വേറെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ബ്രോൺസ്കിയൻ ഓഫ് e⁻⁻x cos 5x and e⁻⁻x sin 5x. ഓക്കെ, ഇത് ബ്രോൺസ്കിയൻ്റെ നേരത്തെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ്. ഇത് എളുപ്പമാണ് ബ്രോൺസ്കിയൻ കാണുന്നത്. ജസ്റ്റ് നിങ്ങൾ y1 ഉം y2 ഉം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് y1 ഡാഷും കാണുന്നു, y2 ഡാഷും കാണുന്നു. എന്നിട്ട് ആ ബ്രോൺസ്കിയൻ്റെ ഇക്വേഷനകത്ത് ഫോർമുലയ്ക്കകത്ത് നമ്മൾ കൊടുക്കുന്നു ഡിറ്റർമിനൻറ്റ് ഓഫ് y1 y2 y1 ഡാഷ് y2 ഡാഷ്. ഓക്കെ, അപ്പോൾ ഈ ബ്രോൺസ്കിയൻ തന്നെ നിങ്ങൾക്ക് വേറൊരു രീതി ചോദിക്കാം. നിങ്ങളുടെ എക്സാമിന് ചിലപ്പോൾ ക്വസ്റ്റ്യനകത്ത് ചോദിക്കുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ചോദിക്കുക. അതായത് ഇപ്പം എന്താ ഇതേണ്ട, ഇപ്പം ഞാൻ ഈ എഴുതിയേക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ ഞാൻ അങ്ങനെ എഴുതി കാണിച്ചു തരാം. ഫൈൻഡ് ദ ബ്രോൺസ്കിയൻ അല്ലാതെ ചോദിക്കുന്നത്, ഒരു സെക്കൻഡ്, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ അങ്ങ് എഴുതിക്കോ. ഇപ്പം ഞാൻ ഈ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതുക. ഒന്ന് വെയിറ്റ് ചെയ്യണേ. Show that the function e⁻⁻x അല്ലെങ്കിൽ e⁻⁻x വേണ്ട, വേറെ ഒന്നും എഴുതുക. show that the function e⁻²x comma e⁻3x are linearly independent. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ കാണണ്ടേ, ബ്രോൺസ്കിയൻ ആണ് കാണേണ്ടത് കേട്ടോ, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ബ്രോൺസ്കിയൻ എന്ന് പറയുന്നത് എന്താണ്, നോട്ട് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ
ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ ഫൈൻഡ് വ്രോൺസ്കി എന്നല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ. y1 എന്ന് പറയുന്നത് എന്താണ്? e⁻²x ആണ്. y2 എന്ന് പറയുന്നത് എന്താണ്? e⁻3x ആണ്. y1 ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ y1 ഡാഷ് e⁻2x × 2, അപ്പോൾ 2 e⁻2x. y2 ഡാഷ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 3 e⁻3x. ഓക്കെ, വ്രോൺസ്കി എങ്ങനെ കാണുന്നത്? വ്രോൺസ്കി w is equal to y1 y2 y1 ഡാഷ് y2 ഡാഷ് ആണല്ലോ. അതിൻ്റെ സ്ഥാനങ്ങളിലൊക്കെ കൊടുത്തേ. വിച്ച് ഇസ് ഈക്വൽ ടു y1 എന്ന് പറയുന്നത് എന്താണ്? e⁻2x, y2 എന്ന് പറയുന്നത് e⁻3x, y1 ഡാഷ് എന്ന് പറയുന്നത് 2 e⁻2x, y2 ഡാഷ് എന്ന് പറയുന്നത് 3 e⁻3x. ഡിറ്റർമിനന്റ് എടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടുന്നു? e⁻2x ഇൻറ്റു e⁻2x ഇൻറ്റു 3 e⁻3x മൈനസ് e⁻3x ഇൻറ്റു 2 e⁻3x ആണ് അല്ലേ? അപ്പോൾ എന്ത് കിട്ടുന്നു? എന്ത് കിട്ടും ഇവിടെ? 3 e⁻2x പ്ലസ് e⁻3x എന്താ? e⁻5x. അതായത് e⁻a ഇൻറ്റു e⁻b എന്താണ്? e⁻a പ്ലസ് b ആണ് കേട്ടോ. അങ്ങനെ ഞാൻ e⁻5x e⁻2x ഇൻറ്റു e⁻3x e⁻2x പ്ലസ് 3x e⁻5x മൈനസ് 2 ഇൻറ്റു e⁻5x. അതായത് 3 e⁻5xൽ നിന്നും 2 e⁻5x പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? 1 e⁻5x, അതായത് e⁻5x എന്ന് കിട്ടി. എന്താണിത്? നോട്ട് ഈക്വൽ ടു 0 ആണോ? വ്രോൺസ്കി നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? therefore e⁻2x ആൻഡ് e⁻3x ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y is equal to c1 y1 പ്ലസ് c2 y2 എന്നാണ് ഇതിന്റെ സൊല്യൂഷന്. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എഴുതുന്നത് y is equal to c1 y1 പ്ലസ് c2 y2. അതായത് c1 ഇൻറ്റു y1 എന്ന് പറയുന്നത് നമ്മൾ എന്താ ഇവിടെ എടുത്തേക്കുന്നത്? e⁻2x ആണ്. പ്ലസ് y2 എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എടുത്തേക്കുന്നത്? c2 ഇൻറ്റു e⁻3x ആണ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് സൊല്യൂഷൻ എഴുതാം. ഇതാണ് സൊല്യൂഷൻ ആയിട്ട് എഴുതേണ്ടത്. ജനറൽ സൊല്യൂഷൻ ഈസ് എന്നത് ജനറൽ സൊല്യൂഷൻ. ഇങ്ങനെ ഇത് നിങ്ങൾക്ക് ചോദിക്കത്തില്ല കേട്ടോ. ഇത് പഴയ സ്കീമിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും കൂടെ എഴുതാൻ ചോദിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ് ജസ്റ്റ് ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ചെക്ക് ചെയ്യാനുള്ളത് ചോദിക്കത്തില്ല. 3 മാർക്കിന് ഈ പാർട്ടിൽ. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി നാളെ രാവിലെ പഠിക്കാം. ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നാളെ രാവിലെ ഞാൻ പഠിപ്പിക്കുന്ന കാര്യം